ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പ്രതി മുരാരി ബാബുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം പ്രോസിക്യൂഷന് വാറണ്ട് സമർപ്പിച്ചിരുന്നു. അതേസമയം റിമാൻഡിൽ കഴിഞ്ഞിരുന്ന മുരാരി ബാബുവുമായി അന്വേഷണ സംഘം റാന്നിയിലേക്ക് തിരിച്ചു. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ദിഷ്ന സുരേഷാണ് നൽകുന്നത്. ദിഷ്ന, ഈ കേസിൽ 2 അറസ്റ്റാണല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും. ഈ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് മുരാരി ബാബുവിനെ പറ്റി അന്വേഷണ സംഘം സൂചിപ്പിച്ചത് തന്നെ ഈ മഹസറിൽ ചെമ്പ് എന്ന് വളരെ ബോധപൂർവം എഴുതി ചേർത്തു എന്നുള്ളതാണ്. കാരണം 98-ൽ വിജയ് മല്യ അവിടെ സ്വർണ്ണമാണ് പൂശിയത് എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണ ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് ഉണ്ടായിരുന്നു. അതിനാൽ വളരെ വ്യക്തമാണ് തട്ടിപ്പിന് ഇയാൾ കൂട്ടുനിന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ അന്വേഷണ സംഘം ഈ കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് ദിസ്ന? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഈ മുരാരി ബാബു നടത്തിയ ക്രമക്കേടിനെ കുറിച്ച് വളരെ വ്യക്തമായ അന്വേഷണ സംഘം സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അല്പസമയം മുൻപാണ് ഈ മുരാരി ബാബുവിനെ കൊണ്ട് അന്വേഷണ സംഘം റാന്നിയിലേക്കുള്ള കോടതിയിലേക്ക് തിരിച്ചത്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതലായും അറിയാൻ സാധിക്കുന്നത് ഇന്ന് മജിസ്ട്രേറ്റ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്ന് തന്നെ കസ്റ്റഡി അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ 30-ാം തീയതി തീരാനിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരെ കൊണ്ട് ഒരുമിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു ശ്രമത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുവാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗതം. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിനെ 29-നാണ് ഈ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനും ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ മഹസറിൽ ഉൾപ്പെടെ മുരാരി ബാബു ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ മഹസറിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ തിരുത്ത് വരുത്തിയിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് തന്ത്രിയുടെ മേൽ കെട്ടിവയ്ക്കാനുള്ള ഒരു ശ്രമവും മുരാരി ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തന്നെ ഗണ്ണിച്ചുകൊണ്ട് തന്ത്രി പിന്നീട് രംഗത്ത് വരുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിന്റെയും മൊഴികളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള അവ്യക്തത ആ സമയത്തുണ്ടായിരുന്നു. എന്നാൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ഗൗതം. മുരാരി ബാബുവിനെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ പോകുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിനകത്ത് അന്വേഷണ സംഘം സൂചിപ്പിച്ചത് ഈ മൊഹസറിൽ വളരെ ബോധപൂർവം ചെമ്പുപാളികൾ എന്ന് മുരാരി ബാബു എഴുതി ചേർക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ആ കാലയളവിൽ 2019 ഈ സ്വർണം നഷ്ടപ്പെടുന്ന കാലയളവിൽ ഇയാൾ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ നിർമ്മിച്ച 2 കോടി രൂപയുടെ വീട് സംബന്ധിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ നടക്കുകയാണ്. കാരണം 2 കോടിക്കോ 10 കോടിക്കോ ഒക്കെ ആളുകൾക്ക് വീട് പണിയാം. പക്ഷേ അത് ദേവന്റെ മുതൽ കട്ടുമുടിച്ചോ കാണിക്ക് അടിച്ചു മാറ്റിയോ ആകരുത് സ്വന്തം വീട് ഈ രീതിയിൽ പുതുക്കി പണിയാൻ. എന്തായാലും ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണം കൊണ്ടാണോ ഇയാൾ വീട് പണിതതെന്നൊന്നും വ്യക്തമല്ല. പക്ഷേ അന്വേഷണം നടക്കട്ടെ എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുന്ന മണിക്കൂറുകളിൽ വരും. ദിഷ്ന സുരേഷാണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്.